ഫോർട്ടധികാരികൾ ചെയർമാൻ വാക്കുപാലിക്കുക. ഉല്ലാനത്തെ തൊഴിൽ രഹിതരെ ചെയർമാൻ വാക്കുപാലിക്കുക. ഫോർട്ടധികാരികൾ നീതി പാലിക്കുക. ഫോർട്ടധികാരികൾ നീതി പാലിക്കുക. ചെയർമാൻ വാക്ക് പാലിക്കുക. ചെയർമാൻ വാക്ക് പാലിക്കുക. SSTU സിന്ദാബാദ്. SSTU സിന്ദാബാദ്. ഇൻസ്പെക്ടർ, ഇവിടെ പോലീസ് ഇടപെടേണ്ട കാര്യമില്ല. ഇതൊരു തൊഴിൽ സമരമാണ്. നിങ്ങൾ ആരാണ്? ഞാനാണ് ഇവരുടെ യൂണിയൻ പ്രസിഡന്റ് ജനാർദ്ദൻ. നിങ്ങളുടെ മാർഗതടസ്സമുണ്ടാക്കരുത്. പിരിഞ്ഞു പോകണം. സമാധാനപരമായി കഴിഞ്ഞ 34 ദിവസം ഞങ്ങൾ ഈ പടിവാതിൽക്കൽ കാത്തുകിടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ ഈ കാർ വിടണം. അത് പറ്റില്ല സർ. ഞങ്ങൾ പിരിഞ്ഞു പോണമെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തോട് പറയും. ഞങ്ങൾക്ക് പറയാനുള്ളത് പോർട്ട് അധികാരികൾ കേട്ടേ തീരൂ. അല്ലാതെ വിടില്ല. ഇത് മിസ്റ്റർ ജനാർദ്ദനൻ, SSTU പ്രസിഡന്റ്. ഇദ്ദേഹം പീറ്റർ, സെക്രട്ടറി. ഇരിക്കൂ. ഇവരുടെ പ്രശ്നം അറിയാമല്ലോ. യൂണിയൻ അടിസ്ഥാനത്തിൽ. ഏത് യൂണിയൻ? ഏതോ കടപ്പുറത്ത് കിടക്കുന്നവരെ സംഘടിപ്പിച്ച് യൂണിയൻ ആണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് ജോലി ആവശ്യപ്പെട്ടാൽ അവർക്ക് ജോലി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മിസ്റ്റർ കനാരൻ, ഏതോ കടപ്പുറത്ത് കിടന്നിരുന്നവരെല്ലാവർ പോർട്ട് വികസനത്തിൽ ബലിയാടുകളായി തൊഴിൽ നഷ്ടപ്പെട്ട 100 ചില്ലാനും കുടുംബങ്ങളാണ്. അന്ന് പോർട്ട് അധികാരികൾ അവർക്ക് ജോലി കൊടുക്കാമെന്ന് വാക്ക് നൽകിയിരുന്നതാണ്. ആ ജോലി തട്ടിപ്പറിച്ച് വീതിച്ചെടുത്തത് നിങ്ങൾ യൂണിയൻകാരല്ലേ? കടലിൽ പോയി മീൻ പിടിച്ച് ജീവിച്ചിരുന്ന അവർ ഇന്ന് പട്ടിണിയിലാണ്. ജോലി നഷ്ടപ്പെട്ട അവർ ജീവിക്കണോ മരിക്കണോ? അതാണ് ഇവിടെ പ്രശ്നം. കഴിഞ്ഞ 34 ദിവസം ഈ പോർട്ട് ഓഫീസിന്റെ പടിക്കൽ കാത്തുകിടന്ന ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാതെ തിരിച്ചു പോവില്ല. നാളെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈ പോർട്ട് ഓഫീസിന്റെ പടിക്കലായിരിക്കും. നിലവിലുള്ള യൂണിയനുകൾ അവഗണിച്ച് ഇവർക്ക് ജോലി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ തൊഴിലുടമ പോർട്ട് ട്രസ്റ്റാണ്. തൊഴിലാളികളെ നിയമിക്കാനുള്ള അധികാരം നിങ്ങൾ യൂണിയൻ നേതാക്കന്മാർക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ ചർച്ച നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾ ഇരിക്കൂ. നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യത്തിൽ മുഴുവൻ പേർക്കും ജോലി കൊടുക്കാൻ ഇപ്പോൾ സാധ്യമല്ല. തൽക്കാലം 7 പേർക്കുള്ള വേക്കൻസി ഉണ്ട്. അത് SSTUവിന് തന്നെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും കൂടിയാണ്. പക്ഷേ 7 ജോലിയെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നറുക്കെടുപ്പ്. പേര് വീഴുന്ന ആളിന് വികാരി അച്ഛൻ ജോലിക്കുള്ള ടോക്കൺ കൊടുക്കും. ആനിമോളിക്ക് വന്നേ. ഒരു കുറിയെടുത്തേ. തറയിൽ വിൻസെന്റ്. പുത്തൻകളത്തിൽ പീറ്റർ. പീറ്ററിലേക്ക് ചേട്ടൻ നിന്നെ സിനിമയ്ക്കുണ്ടോളാം. മോളെ പോയി എടുക്കും. മോളെ കളത്തിൽ ആൻഡോ. ഒന്നെടുക്കും മോളെ.
രാമു. പോയി വാങ്ങിച്ചു മാമനെ. കണ്ടത്തിൽ വർഗീസ്. എത്ര പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കില്ലല്ലോ. ഇവിടെ അങ്ങോട്ട് മാറി നിൽക്കണേ അവിടെ. സ്വത്തുക്കൾ ഏതു നേരം കണ്ടുപിടിക്കാം. ഇനി എന്നോട് ഒന്നും ചോദിക്കണ്ട. വിശക്കുന്നെങ്കിലേ നിങ്ങളുടെ അപ്പനോട് എന്ന് പറഞ്ഞ അരി വാങ്ങിച്ചു തരാം. ഇല്ല കുറച്ച് പാഷാണം കളിച്ച് തരാൻ പറയും. നീ എല്ലാം അങ്ങ് ചത്തൊടുങ്ങട്ടെ. പോടാ അവിടുന്ന്. എന്താ? സേവ്യരേട്ടനില്ലേ? ഇവിടെ ഇല്ല. ഈ ടോക്കൺ സേവ്യരേട്ടന് കൊടുത്തേക്കൂ. എനിക്ക് കിട്ടിയ ജോലി സേവ്യരേട്ടന് എടുത്തോട്ടെ. ഇന്നാ മതി. ആ ന്യായമൊന്നും പറയണ്ട. നിന്നോട് ആര് പറയണ്ട ആ രാമുവിന്റെ പേര് എഴുതിയുടെ? എല്ലാത്തിനും നമ്മുടെ കൂടെ നിന്നവനല്ലേ അവൻ. തല്ലുകൊള്ളാനും ജയിലിൽ പോവാനും അതിന് ഈ കരക്കാരൻ മുഴുവനും നിന്നിട്ടുണ്ട്. അവർക്കൊക്കെ നീ ജോലി കൊടുക്കുമോ? രാമുവിനെ ജോലിക്ക് വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വീണ്ടും നറുക്കിടണം. അത് നടക്കില്ല. അത് പറയാം. നീ ആരാടാ? നിന്റെ തന്തയുടെ വകയാണോ? എന്താ മഴക്കുണ്ടാക്കാതെ ഇവിടെ ഓരോരുത്തർ ജോലിയില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുന്നു. എവിടുന്നോ കയറി വന്ന കണ്ട താരിക്ക് കൊടുക്കാനുള്ള അല്ലടാ ഈ ജോലി. രാമുവിന്റെ പേര് എഴുതിയില്ല. നീ ആരാടാ? അവര് ഈ ജോലി ചെയ്യാൻ എന്താണ് അർഹത? പൊടി. അയാൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നപ്പച്ച. ഇപ്പോ ഈ ജോലി കൊണ്ട് ആവശ്യം സേവ്യരേട്ടനാ. ഒരു കുടുംബം പോറ്റാനുള്ളതല്ലേ. അതുകൊണ്ട് എന്റെ ജോലി സേവ്യരേട്ടനെടുത്തു. എടാ കുഞ്ഞി, എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഓ സാരമില്ല. നീ എന്നോട് ക്ഷമിക്കും. രാമു വാടാ പീറ്ററെ, ഞാൻ നാളെ കാലത്ത് പോവാ. രാമു, നീ അവന്മാര് പറഞ്ഞത് കേട്ട് പിണങ്ങി പോവാണോ? ഏയ് അതൊന്നുമല്ല. ഹേയ്, നിന്നെ ഞാൻ വിടില്ല. മേരെ, ഞാൻ രണ്ടുപേർക്ക് കഞ്ഞെടുത്ത് വെക്ക്. വാ. വേണ്ട. വാടാ. അപ്പുറത്ത് ചീട്ട് കളിക്കുന്നവര് നമ്മുടെ ഗാങ്ങിൽപ്പെട്ടവരല്ലേ?
നില്ലടി അവിടെ. വാടി ഇവിടെ. എവിടെയാണ് എന്റെ കാശ്? കാശ് അടുത്ത ആഴ്ച തരാം. ചൂലേ, ഇനി നീ അവധി പറയുന്നു. കഴിഞ്ഞ തവണ നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അടുത്ത ആഴ്ചത്ത് എന്റെ കെട്ടിയവന് ജോലി കിട്ടുമെന്ന് കരുതിയ. അതൊന്നും എനിക്കറിയണ്ട. നിന്റെ ഈ മോന്തയും തൊലിവെളുപ്പം കണ്ടുകൊണ്ടല്ല ഞാൻ നിനക്ക് പണം തന്നത്. എനിക്കെന്റെ പണം ഇപ്പൊ കിട്ടണം. അയ്യോ, ഇപ്പൊ ഞാൻ എവിടെ നിർത്ത് തരാനാ? ആഹാ, എന്നാ ഞാൻ എടുത്തോളാടി. അയ്യോ, ഇതും കൊണ്ട് പോകരുതേ. ഇത് എടി, സൊസൈറ്റിയുടെ മുതലാ. ചേട്ടാ, ഇവിടെ കയറെടുക്കരുത്. വാടി. നീ എനിക്ക് എന്റെ മുതലും വലിച്ചു തരാല്ലേ? അയ്യോ, ആ കയറ് കൊണ്ടുപോകരുതേ. ഞാൻ പൈസ എങ്ങനെയെങ്കിലും തന്നോളാം. എന്താ ബാല ഇത്? അവളൊരു പെണ്ണല്ലേ? ആ, നിനക്ക് ഇവളോട് അത്ര പ്രേമമാണെങ്കിൽ ഞാൻ കൊടുത്ത കാശ് കൊണ്ട് തിരിച്ചതാ. കടുവ ബാലന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടെ? പിന്നെ നീ എന്തിനാ അവനോട് കടം വാങ്ങിച്ചത്? ദയവേത് കുറച്ചു ദിവസം കൂടി അവധി തരൂ. ഞാൻ എങ്ങനെയെങ്കിലും ആ പണവും പലിശയും തിരികെ തരാം. നീ എവിടുന്ന് എടുത്തിട്ട് തരാന്? എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. പിന്നെ നീയാണല്ലോ നോർത്ത് ഞാൻ ഇതുവരെ ക്ഷമിച്ചതാ. തള്ളയില്ലാത്ത 2-3 കുഞ്ഞുങ്ങളെ പോറ്റുന്നല്ലോ എന്ന് വിചാരിച്ച് പലിശയടക്കം ഇപ്പൊ 300 ചില്ലുവാൻ രൂപയായി. ഞാൻ തരാം. എപ്പോ? നിന്റെ പ്രയാസങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാ. ഈ ചകിരി വിരിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് നിനക്കെന്റെ കടം വീട്ടാൻ ഒക്കുകയില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിച്ചുതരാം. കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറേശ്ശെയായി എന്റെ കടവും വിട്ടാം. ആലോചിച്ച് തീരുമാനിച്ചാ മതി. ചേച്ചി പുറത്ത് ജോലിക്കൊന്നും പോണ്ട. അപ്പം വാങ്ങി കള്ളുടിച്ച് തീർത്ത കാശല്ലേ? എന്തിനായാലും കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കണ്ടേ ജോണി? എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ആ നാറിയുടെ കടം ഞാൻ വീട്ടിയേനെ. ചേച്ചി, എനിക്ക് വിശക്കുന്നു ചേച്ചി. വാ, ഇപ്പൊ ഉണ്ടാക്കി തരാം. ഇതാണ് എന്റെ കെട്ടുവൻ ക്ലെമന്റ്. ഈ പുല്ലാനത്തുകാര് ആദ്യമായി ബാൻഡ് വായന കേൾക്കുന്നത് എന്റെ കെട്ടുവൻ ക്ലെമന്റ് വായിക്കുമ്പോഴാണ്. ഈ ബാസ്റ്റിനും പീറ്ററിനും ഒക്കെ ബാൻഡ് വായന പഠിപ്പിച്ചതാരാ? മിസ്റ്റർ ക്ലെമന്റ്. ക്ലെമന്റ് ഉള്ളപ്പോ പള്ളിപ്പെരുന്നാളിന് രൂപ എഴുന്നള്ളിച്ച ഏറ്റവും മുമ്പിൽ നമ്മുടെ ബാൻഡാ. അത് പോയിട്ട് ഇപ്പൊ കണ്ടോ, ഞായറാഴ്ച പെരുന്നാള്. ഒരുത്തരം റിഹേഴ്സൽ വരില്ല. നീ ഇവിടെ ഇരി. ഞാൻ പോയി അവന്മാരെ കയ്യോടെ പിടിച്ചിട്ട് വരാം. ആ, പിന്നൊരു കാര്യം, ഇവിടെ കുറെ പീക്കിരികളുണ്ട്. കണ്ണ് തെറ്റിയ സാധനങ്ങളൊക്കെ കട്ടുകൊണ്ട് പോകും. വളരെ സൂക്ഷിച്ചോളണോട്ടോ. അത് ഞാൻ ഏറ്റവും. ആ, എടാ അന്തോസം അഞ്ചിസവേടാ. പള്ളി പെരുന്നാളിന് കാശ് വാങ്ങിച്ച് കള്ളും ചാരായി അടിച്ച് ഏതോ തെങ്ങിന്റെ ചോട്ടിൽ പോയിട്ട് കിടക്കണം അല്ലേ? ഇന്ന് കോണിച്ചാരടം നിന്നെ.